അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇന്ന് വാവക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 3-ാം മാസത്തെ വാക്സിനാണ് കേട്ടോ. അപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോണ വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ വേണ്ടിയിട്ട് പോണത്. ചെറിയ കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. മൂപ്പരെ നമ്മൾ പാലെല്ലാം കൊടുത്ത് സെറ്റാക്കി ഉറക്കി കെടുത്തേക്കാണ്. അപ്പോൾ എനിക്കതിന് മുന്നേ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് വരണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മൂപ്പര് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാണ്, ഞാനും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാണ്, എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാണ്. അപ്പോൾ പോയി വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. വലിയ നേരത്തൊന്നും എണീറ്റില്ല, നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീറ്റത്. അപ്പോൾ എണീറ്റ് കുളിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മേല് കഴുകി, കാരണം പോയി വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുടിയൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത ഇടങ്ങേറാണ് പുറത്തൊക്കെ പോകുമ്പോൾ കേട്ടോ. പിന്നെ ചൂടും അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വന്നിട്ട് ഒന്നുകൂടി കുളിക്കാം, അപ്പോൾ തല നനക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അബായിട്ട് സെറ്റാക്കുകയാണ്. പിന്നെ അതാ അയാനെ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അയാൻ ആദ്യം തൊപ്പിയൊക്കെ ഇട്ട് അയാനെ തൊപ്പിയൊക്കെ വലിച്ചൂരി പുറത്തിട്ടിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം ഇത് ഈ ഒരു ഷർട്ടും ഇതിൻ്റെ കൂടെ ഈ ഒരു ട്രൗസറും ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് അയാനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വാവനെ ഞാൻ ഓൾറെഡി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താത്ത മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മാറ്റി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അയാനെ നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി അങ്ങനെ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോയി വരാമെന്നാണ് വിചാരിക്കണം. പക്ഷേ വെയിൽ കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നില്ല കേട്ടോ. അങ്ങനെ താത്തയും വാവയും ഞാനും അയാനും പോവാണ് ഗൈസ്. അപ്പോൾ അയാൻ കൈയൊക്കെ പിടിച്ചിട്ടുണ്ട്. അയാന് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് ആര് പോവാണെങ്കിലല്ല നമ്മളെ കൂടെയൊക്കെ പുറത്ത് പോകാൻ ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ജസ്റ്റ് മൂപ്പരകത്താക്കി ഒന്ന് വാതിലടച്ചാൽ തന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെയാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കറിയാം. അങ്ങനെ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ ഓട്ടോ പിടിച്ച് പോകണം. അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കണം ഗൈസ്. കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ആ റോഡിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി, അങ്ങനെ ഓട്ടോറിക്ഷ കയറി. ഞാൻ ഓട്ടോറിക്ഷ കയറിയാൽ ഭയങ്കര സൈലൻ്റ് ആട്ടോ. ഓൻ ആ കുലുക്കോ ഇതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നോളും. അപ്പം നമ്മൾ ആദ്യം തന്നെ പോണത് ഇത്താത്തനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കിൽ. കാരണം അവൾക്ക് കഫക്കെട്ട് ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ചെവിട് വേദന ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം പോകുന്ന ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. പഠിച്ചോനെ, അവിടെ നമ്മൾ ഓട്ടോക്കാണ് പോയതെങ്കിലും ഭയങ്കര ചൂട്, എല്ലാം കൂടെ പ്രാന്താവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലിനിക്കിൽ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ, എനിക്കൊരു കൊറിയർ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചിരുന്നു. വെയിൽ ഓർത്തിട്ട് മാത്രം ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് നിന്നായിരുന്നു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പോകാനുണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് കൊറിയറും കൂടെ വാങ്ങിയിട്ട് അതും കഴിഞ്ഞ് വാക്സിൻ വെച്ചിട്ട് വരാമല്ലോ എന്ന്. അങ്ങനെ അവിടെ പോയി നമ്മൾ കൊറിയറൊക്കെ വാങ്ങി സൈനൊക്കെ ചെയ്ത് നമ്മൾ പോന്നു. അപ്പം തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എവിടെയും ചവിട്ടാൻ നിന്നില്ല, നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി വാവക്ക് വാക്സിൻ എടുക്കാൻ വിചാരിച്ചു. 12 മണി വരെ എങ്ങനെയാണ് അവിടെ ടൈം ഉണ്ടാവുക. അപ്പോൾ പിന്നെ വെറുതെ നേരം വൈകി തിരക്കാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോയപ്പോൾ അധികം ആരും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ തിരുവങ്ങൂർ ഹോസ്പിറ്റൽ ആർക്കൊക്കെ അറിയാമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ തിരുവങ്ങൂർ ഹോസ്പിറ്റലാണ് വാക്സിൻ വെക്കാൻ വേണ്ടി പോയത്. 3-ാം മാസത്തെ വാക്സിനാണ്. ഇതിന് മുൻപ് ഫസ്റ്റത്തെ വാക്സിന് മോൻക്ക് വെച്ചത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. 2ാമത്തെ വാക്സിന് കണ്ണൂരിൽ നിന്നായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ 3ാമത്തെ വാക്സിനാണിത്. 3ാമത്താണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, ഓക്കെ 3ാമത്തെ. അങ്ങനെ അവിടെ പോയി നമ്മൾ പേരൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. പിന്നെ കൈയിൻ്റെ അളവും തലയുടെ അളവൊക്കെ എടുക്കണ കണ്ടു. അതൊക്കെ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വാക്സിൻ വെക്കാൻ വേണ്ടി താത്തയും ഭാവിയും കൂടെ അകത്തേക്ക് കയറി കേട്ടോ. ഞാനും അയാനും പുറത്ത് നിന്നു. വാക്സിൻ വെക്കുമ്പോൾ പിന്നെ ഭാവ സ്വാഭാവികമായിട്ടും കരയുമല്ലോ. അങ്ങനെ കരച്ചിലും പിടിച്ചിലും കഴിഞ്ഞ് നമ്മൾ വേഗം തിരിച്ചു പോരുകയാണ്. കാരണം നമ്മൾ ഓട്ടോക്കാരൻ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ തവണ ഇതേപോലെ വാവക്ക് വാക്സിൻ എടുത്ത സമയത്ത് വാവ പാൽ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ കാലിങ്ങനെ എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ഇളക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ചെറുതായിട്ടൊന്ന് കലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് മറന്നില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അപ്പം തന്നെ ഓൻ ഉറങ്ങുകയാണെങ്കിലും നമ്മളിങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു വേദനയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇതായാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ടാറ്റാ ബൈ ബൈ, സീ യു.